ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദെൻ തോട്ടത്തിന് കിഴക്ക് കെറൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. 33:24. ആദാമിൻ്റെയും ഹവ്വയുടെയും ലംഘനത്താൽ മനോഹരമായ ഏദൻ പർദീസയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. മനുഷ്യവർഗത്തെ തിരികെ ഏദൻ പർദീസയിലേക്ക് ആനയിക്കാൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ യാഗമാക്കപ്പെട്ടു. അവിടുന്ന് ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ വെന്തെരിയപ്പെട്ടവനായി തീർന്നു. പിതാവ് പുത്രനെ ക്രൂശിൽ കൈവെടിഞ്ഞു. അങ്ങനെ മനുഷ്യവർഗത്തിന് നേരെ തിരിയപ്പെട്ട വാൾ ക്രിസ്തുവിൽ വീഴപ്പെട്ടു. ദൈവം ക്രിസ്തുവിൽ കൂടി മനുഷ്യവർഗത്തിന് ഏദൻ പർദീസിലേക്ക് പ്രവേശനം വിളംബരം ചെയ്തു. ക്രിസ്തുവിൽ കൂടി പാപമോചനം പ്രാപിച്ച ജയാളികൾക്ക് അത് ഭാവിയിൽ ലഭ്യമാണ്. മനുഷ്യവർഗത്തിന് നേരെ നീക്കപ്പെട്ട ന്യായവിധിയുടെ വാൾ തൻ്റെ ക്രൂശ് നീക്കപ്പെട്ട കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പ് നായകനുമായ ക്രിസ്തു യേശുവിൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പിതാവായ ദൈവത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം.